അമിത്ഷാ പറഞ്ഞത് 100% അച്ചട്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. നക്സലുകൾ കൂട്ടത്തോടെ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ കീഴടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും പല ഏരിയകളിൽ നിന്ന് നക്സലുകൾ കൂട്ടത്തോടെ വന്ന് അവരുടെ ആയുധങ്ങളടക്കം ഒന്നടങ്കം സറണ്ടർ ചെയ്ത് കീഴടങ്ങുന്നു. ഇപ്പോഴിതാ ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശമായിട്ടുള്ള കാങ്കറിൽ 21 നക്സലുകളാണ് കീഴടങ്ങിയത്. AK-47 ഉൾപ്പെടെയുള്ള റൈഫിളുകളും ആയുധങ്ങളും കൈമാറിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ വർഷം ഛത്തീസ്ഗഡിൽ കീഴടങ്ങിയ ആകെ നക്സലുകളുടെ എണ്ണം ഇതോടെ 2040 എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഞായറാഴ്ച കീഴടങ്ങിയ നക്സലുകളിൽ 13 സ്ത്രീകളും 8 പുരുഷ കേഡറുകളും ഉൾപ്പെടുന്നു. ഈ നക്സലൈറ്റുകൾ കേഷ്കൽ ഡിവിഷനിലെ കുമാരി കിസ്കോഡോ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു. ഡിവിഷണൽ കമ്മിറ്റി സെക്രട്ടറി മുകേഷ് ഉൾപ്പെടെ ആകെ 21 മാവോയിസ്റ്റ് കേഡറുകൾ 18 ആയുധങ്ങളുമായി മുഖ്യധാരയിൽ ചേരാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. കീഴടങ്ങിയ 21 കേഡറുകളിൽ 4 DVCMമാരും 9 ACMകളും 8 പാർട്ടി അംഗങ്ങളും ഉൾപ്പെടുന്നു. കേഡർമാർ 3 AK-47 റൈഫിളുകൾ, 4 SLR റൈഫിളുകൾ, 2 ഇൻസാസ് റൈഫിളുകൾ, 6 303 റൈഫിളുകൾ, 2 സിംഗിൾ ഷോട്ട് റൈഫിളുകൾ, 1 BGL ആയുധം എന്നിവയും കീഴടക്കിയെന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. സമൂഹത്തിലേക്ക് ഇവരോട് തിരിച്ചു വരാനാണ് ഇപ്പോൾ IG അഭ്യർത്ഥിക്കുന്നത്. ബസ്തർ IGP സുന്ദർ രാജാണ് പറയുന്നത്. ഇന്ന് കാങ്കർ ജില്ലയിൽ മറ്റൊരു നിർണായക നടപടി കൂടി കൈക്കൊണ്ടിരുന്നു. 21 മാവോയിസ്റ്റുകൾ സ്വമേധയാ മുഖ്യധാരയിലേക്ക് മടങ്ങി. ബസ്തറിലെ ഇടതുപക്ഷ തീവ്രവാദ സ്വാധീനത്തിനെ ചെറുക്കുന്നതിനും സമൂഹത്തിൽ വിശ്വാസം വളർത്തുന്നതിനും സമാധാനവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഞങ്ങളുടെ ശ്രമങ്ങളിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.